My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ മെർക്കുറീസ് എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മെർക്കുറീസിൻ്റെ പ്രധാനപ്പെട്ട ചില മെൻ്റൽ സിംറ്റംസിനെ കുറിച്ച് കെൻറ്റ് പറയുന്നത് നമുക്ക് തുടർന്ന് ശ്രമിക്കാം. The mental symptoms which still more deeply show the nature of the medicine are rich. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ അല്ലെ ഹോമിയോപ്പതിക് തിയറിയിൽ മെൻ്റൽ സിംറ്റംസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കെൻറ്റ് ആരംഭിക്കുന്നത്. മെൻ്റൽ സിംറ്റംസ് വിച്ച് still more deeply show the nature of the medicine. The medicine എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ മെർക്കുറീസിനെ കുറിച്ചാണ് എങ്കിൽ പോലും ദാറ്റ് ഈസ് എ ജനറൽ റൂൾ. ഏത് ഔഷധത്തിൻ്റെയും ആ ഡീപ്പർ നേച്ചറിനെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ മെൻ്റൽ സിംറ്റംസ് മനസ്സിലാക്കണം. ഈ ഒരു കാര്യം ഒരു വിമർശനമായി കെൻറ്റിനെതിരെ പൊതുവെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഒട്ടൊക്കെ ശരിയാണ് താനും. കാരണം ഈ മെൻ്റൽ സിംറ്റംസ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ സംസ്കാരത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് നമ്മൾ തുറന്ന് സമ്മതിക്കും. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു വസ്തുത തന്നെയാണ്. മെൻ്റൽ സിംറ്റംസാണ് ഒരു ഔഷധത്തിൻ്റെ ഡീപ്പർ നേച്ചറിലേക്കുള്ള ചൂണ്ടുവരിക എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് അംഗീകരിക്കേണ്ടി വരും. കെൻറ്റ് അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്കൊരു മോശം കാര്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ളതാണ് വിഷയം. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തെ തള്ളിക്കളയുക എന്നുള്ളത് അർത്ഥശൂന്യമായ ഒരു കാര്യമാണ്. എ മാർക്ഡ് ഫീച്ചർ റണ്ണിങ് ഓൾ ത്രൂ ഈസ് ഹേസ്റ്റിനെസ്, a hurried, restless, anxious, impulsive disposition. ഹേസ്റ്റിനെസ് ഒരു നോർമൽ കാര്യമല്ല. മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, പയ്യെ തിന്നാൽ പനയും തിന്നാം. വലിയ കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിലൊരു സാവകാശം ആവശ്യമാണ്. ശ്രദ്ധാപൂർവം തെറ്റുകൾ പറ്റാതെ ഒരു കാര്യം ചെയ്യണം. പക്ഷേ ഹേസ്റ്റിനെസ് വന്നു കഴിഞ്ഞാൽ അമിതമായ ധൃതി, അമിതമായ തിരക്ക് വന്നു കഴിഞ്ഞാൽ അബദ്ധങ്ങൾ പറ്റും കേട്ടോ. ഹേസ്റ്റിനോടൊപ്പം ചേർന്നുകൊണ്ട് റെസ്റ്റ്ലെസ്നെസ് വരുന്നുണ്ട്, ഒരു ഹറിയഡ് നേച്ചർ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ആങ്സൈറ്റി വരും. കാരണം ആ ഒരു ഹേസ്റ്റിനെസ്സിനൊപ്പം മറ്റുള്ളവർക്ക് അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന വരില്ല. അത് സാധിക്കാതെ വരുമ്പോൾ ഒരു കാര്യം കൂട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂട്ടായിട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആങ്സൈറ്റി വരും, റെസ്റ്റ്ലെസ്നെസ് വരും. അപ്പോൾ ഇമ്പൾസീവ് ഡിസ്പോസിഷൻ, ആ ഒരു ഇമ്പൾസീവായിട്ടുള്ള പ്രകൃതം, പെട്ടെന്ന് എടുത്ത് ചെയ്യാനുള്ള പ്രകൃതം, ഇതൊക്കെ മെർക്കുറീസിലുണ്ട്. അതിൽ മറ്റൊരു മോഡിഫൈഡ് നേച്ചർ, കമ്മിങ് ഇൻ സ്പെൽസ് ഇൻ കോൾഡ് ക്ലൗഡി വെതർ ഓർ ഡാം വെതർ ദ മൈൻഡ് വിൽ നോട്ട് വർക്ക്. അപ്പോൾ ഇതിനോട് ചേർന്ന് ക്ലൗഡി വെതറിൽ, ഡാം വെതറിൽ വരുന്നൊരു പ്രശ്നം, മനസ്സ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക് പോകുന്നു. മൈൻഡ് വിൽ നോട്ട് വർക്ക്. അപ്പോൾ ഹേസ്റ്റി ആയിട്ട് പോകുന്ന ഒരാൾ, ഇമ്പൾസീവായിട്ട് പോകുന്ന ഒരാൾക്ക് മൈൻഡ് ഓവർ വർക്കിംഗ് ആണ്. ഇനി നേരെ തിരിച്ചു വന്നിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് സ്ലോ ആൻഡ് സ്ലഗ്ഗിഷ്. മനസ്സിൻ്റെ പ്രവർത്തനം സ്ലോ ആവുന്നു, സ്ലഗ്ഗിഷ് ആവുന്നു. ആൻഡ് ഹീസ് ഫോർഗറ്റ്ഫുൾ, മറവി സംഭവിക്കുന്നു. ഇന്നിപ്പോൾ സൈക്യാട്രിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ഒരു ബൈപ്പോളാർ ടെൻഡൻസി, ടെമ്പറാമെൻ്റ്, ഇമ്പൾസീവ് ആവുന്നു, ഇമ്പസിലാവുന്നു. അത്തരം അവസ്ഥകളിലേക്കാണ് കെൻറ്റിയുടെ വിരൽ കൊണ്ടുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ഇതിൻ്റെ മെർക്കുറിയസിലും ഇതുപോലെ മറ്റ് ഔഷധങ്ങളിലും ഇതേപോലെ മനസ്സിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥകൾ വരുമ്പോൾ അതിൻ്റെ ക്ലിയർ സിംറ്റംസ് ശരിക്കും മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ
അത്തരം ഔഷധങ്ങൾ ആവശ്യമുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് നോട്ടീസ്ഡ് ഇൻ പേഴ്സൺസ് ഹു ആർ ടെൻഡിങ് ടുവേർഡ്സ് ഇംബെസിലിറ്റി. ഉണ്ടോ? ഇംബെസിലിറ്റിയിലേക്ക്, ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ളൊരു ബുദ്ധി മന്ദീഭവിച്ചൊരവസ്ഥയിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു ടെൻഡൻസിയുള്ള ആളുകളിൽ ഇത് കാണും. ഹറീഡ് ആയിട്ടുള്ള അവസ്ഥ, ഒരു ജനറൽ ആയിട്ടുള്ള അവസ്ഥ. ഇനി കോൾഡ് ഡാം വെതറിൽ സ്പെൽസായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഹി കനോട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് റൈറ്റ് ഓഫ്, ലുക്സ് ആൻഡ് തിങ്സ് ആൻഡ് ഫൈനലി ഗ്രാബ്സ് ഇറ്റ്. ചോദ്യങ്ങൾ ശരിയായിട്ട് മറുപടി പറയാൻ പറ്റാതെ വരുന്നു. അതിനെക്കുറിച്ച് ഒരു ചോദ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അയാൾക്ക് അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മനസ്സ് വർക്ക് ചെയ്യുന്നില്ല. അതിന് മറുവശത്ത് വളരെ ഇമ്പൾസീവായിട്ടുള്ള ഹറീഡായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ചില സ്പെൽസിൽ ഇത്തരം അവസരങ്ങൾ വരുന്നു, ഇമ്പസിലിറ്റിയിലേക്ക് പോകുന്നു. ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും കുറച്ച് ചിന്തിക്കേണ്ടി വരും. ഇമ്പസിലിറ്റി ആൻഡ് സോഫനിങ് ഓഫ് ദ ബ്രെയിൻ ആർ സ്ട്രോങ് ഫീച്ചേഴ്സ്. ഉണ്ടോ? ഇമ്പസിലിറ്റി, സോഫനിങ് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറ് മൃദുവാകൽ, സ്ട്രോങ് ഫീച്ചേഴ്സാണ്. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ലോകപ്രസിദ്ധമായൊരു നാടകമുണ്ട്, ഹെൻറിക് ഇബ്സൺ എഴുതിയ ഗോസ്റ്റ്സ്. അത് ഭൂതങ്ങൾ എന്നുള്ള പേരിൽ ഞാൻ വിവർത്തനം ചെയ്തിരുന്നു. ഞാൻ MSc പഠിക്കുന്ന കാലത്താണ് അതിൻ്റെ വിവർത്തനം തുടങ്ങിയതും പിന്നീട് അത് പൂർത്തീകരിച്ചത്. അത് 1993-94 കാലഘട്ടങ്ങളിൽ അക്കാഡമിക് ഇയറിൽ കേരള യൂണിവേഴ്സിറ്റി BA മലയാളത്തിന് പാഠപുസ്തകമായിട്ട് വരികയുണ്ടായി. ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും നന്നായിട്ട് വിറ്റുപോവുകയും ചെയ്ത പുസ്തകം. നിങ്ങൾ ചിലപ്പോൾ അത് വായിച്ചിട്ടുണ്ടാവും. ഭൂതങ്ങൾ, ഇബ്സൻ്റെ ഗോസ്റ്റ്. അത് ലോക നാടക ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചൊരു നാടകമാണ്. അതിൻ്റെ നായകൻ ഒരു യുവ കലാകാരനാണ്, ഓസ്വാൾഡ്. ഈ ഓസ്വാൾഡ് കുറേ കാലം ചിത്രകല പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിൽ ചിലവഴിച്ചതാണ്. അദ്ദേഹം പിന്നെ തിരിച്ച് സ്വീഡനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു അവസ്ഥയിലാണ്. ആകെ ബുദ്ധിയും ചിന്തയൊക്കെ മന്ദീഭവിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പം അതിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം അയാളുടെ അമ്മയോട് ഇങ്ങനൊരു ഏറ്റുപറച്ചിൽ പോലെ പറയുന്നുണ്ട്. ഇയാൾ ഈ കടുത്ത തലവേദനയും മറ്റുമൊക്കെ ഉണ്ടായി, ഇതേപോലെ തലച്ചോറ് പ്രവർത്തിക്കാതെ വരുന്നു, അയാൾ ചിത്രകലയിൽ അയാൾ ഏർപ്പെടാതെ വരുമ്പോൾ അയാളോട് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറയുന്നത്, യുവർ ബ്രെയിൻ ഈസ് വോം ഈറ്റൺ. വോം ഈറ്റ് അണുക്കൾ, കൃമികൾ തിന്നതാണ്. എന്നുവെച്ചാൽ ഏത് രോഗബാധയാൽ അത് ദ്രവിച്ചു തുടങ്ങിയതാണ്. എന്നിട്ട് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഇതൊരു ഇൻഹെറിറ്റഡ് സിഫിലിസ് ആണെന്നുള്ള സൂചനയും പറയുന്നുണ്ട്. കാരണം ഈ ഓസ്വാൾഡിൻ്റെ പിതാവ് വഴിവിട്ട ജീവിതം നയിച്ചിരുന്ന ഒരു ക്യാപ്റ്റനായിരുന്നു, വളരെ ഉയർന്ന നിലയിൽ. അദ്ദേഹത്തിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ സിഫിലിസ് ബാധിച്ച ഒരാളായിരുന്നു എന്നുള്ള സൂചന നടന്നിട്ടുണ്ട്. അപ്പോൾ ഉന്നത കുലജാതരിൽ, സമൂഹത്തിന് ഉന്നത തലങ്ങളിൽ ഉണ്ടായിരുന്ന ജീർണത, അരാജകത്വം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതേപോലെ സിഫിലിസ് പോലെ രോഗങ്ങൾ, ഈ രോഗങ്ങൾ അടുത്ത തലമുറയിൽ ഇതേപോലെ മെൻ്റൽ പ്ലെയിനിൽ പ്രകടിതമാകുന്നു എന്നുള്ളൊരു വസ്തുതയും ആ നാടകത്തിൽ വരുന്നുണ്ട്. അത് ലോകത്തിലൊട്ടുമിക്ക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടൊരു നാടകമാണ്. അപ്പോൾ അതിൽ ഡോക്ടർ ഇദ്ദേഹത്തിന് മറ്റൊന്ന് പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ പാപങ്ങൾ സന്തതികളെ വേട്ടയാടുന്നു. അപ്പോൾ ഇൻഹെറിറ്റഡ് സോറ, ഞാനപ്പോൾ ഹോമിയോപ്പതിയൊക്കെ വായിച്ച് നല്ല ആവേശത്തിലിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. 89, 90, 91 ആ ഒരു കാലഘട്ടം. പെട്ടെന്ന് ഇൻഹെറിറ്റഡ് സോറ, സിഫിലിസ് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി ഈ ഒരു വിഷയം. അപ്പോൾ ഫ്രാൻസിലെ ആ ഒരു ഡോക്ടറാണ് അത് കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചത്, ആ ഒരു കാലഘട്ടം, ഇബ്സൻ്റെ കാലഘട്ടവും
സാമുവൽ ഹെനിമാൻ്റെ കാലഘട്ടവും ബോണിങ്ങോസിൻ്റെ കാലഘട്ടമൊക്കെ ഏതാണ്ട് സമാനമാണ്. അപ്പോൾ ഫ്രാൻസിൽ ഈ ഓസ്വാൾഡ് ഒന്ന് ഹെനിമാനും ബോണിങ്ങോസിനുമൊക്കെ ജർമ്മനി, പ്രഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവരുടെ സർവീസ് വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് അതൊക്കെ ആ കാലഘട്ടം. അപ്പോൾ ഇതൊരു ഫിക്ഷനാണ്, ഒരു ഡ്രാമയാണെങ്കിൽ പോലും ഇബ്സൺ ഇതിനെക്കുറിച്ച് അവെയറായിരിക്കാൻ സാധ്യതയില്ല. ഫ്രാൻസിൽ ഹെനിമാൻ്റെയോ ബോണിങ്ങോസിൻ്റെയോ അടുത്താണ് ഈ പ്രൊട്ടഗോണിസ്റ്റ് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ മെർക്കുറിയസ് അയാളെ സഹായിച്ചിന്. അന്ന് എൻ്റെ ആ ഒരു ചിന്ത ഞാൻ ഇന്നിപ്പോൾ സീനിയർ ഹോമിയോ പാസ്സായിട്ടുള്ള പല സുഹൃത്തുക്കളോട് സ്റ്റുഡൻസാണ്, അവരോട് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഡോക്ടർ ജൻബാബു ഞങ്ങളതിനെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യുന്നുണ്ടായി. സാഹിത്യകൃതികളിലും കലകളിലും ഹോമിയോപ്പതിയുടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആപ്ലിക്കേഷൻ. ഹൈപ്പോത്തറ്റിക്കലാണ്, കാരണം ഫിക്ഷനാണത്. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി യൂറോപ്പിൽ ഹോമിയോപ്പതി ഒരു പുനരുജ്ജീവിച്ചപ്പോൾ അതിൻ്റെ ക്ലാസിക്കൽ നേച്ചറിൽ അത് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ഗ്രൂപ്പുകളിലും ഞാൻ നേരത്തെ നിങ്ങളോട് പറയുകയുണ്ടായി, ഹോമിയോപ്പതി ഇൻ ആർട്ട് എന്ന ഗ്രൂപ്പ്, അതൊക്കെ ഇത്തരം ചർച്ചകൾ വരുന്നുണ്ട്. അവിടെ കൂടുതലും ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ മനസ്സിലേക്ക് വന്ന ഈ മെർക്കുറിയസാണ്. ഈ പറയുന്ന സോഫനിങ് ഓഫ് ദ ബ്രെയിൻ എന്നുള്ളൊരു ആശയം. അവിടെ വോമീറ്റൺ ഫ്രഞ്ചിൽ ഒറിജിനൽ ബുക്കിൽ വെർമോലു എന്നുള്ള വാക്കാണ്. ഫ്രഞ്ച് ഡോക്ടർ പറഞ്ഞ വെർമോലു. എല്ലാ ട്രാൻസ്ലേഷനും ഞാൻ വായിച്ച ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും വെർമോലു എന്നുള്ളൊരു പ്രയോഗമാണ്. അപ്പോൾ ഞാൻ മലയാളം ട്രാൻസ്ലേഷനിലും ഒരു ഫുഡ് നോട്ടായിട്ട് അത് കൊടുത്തു, വെർമോലു എന്നുള്ളത്, വോമീറ്റർ. അപ്പോൾ കൃമികൾ അല്ലെങ്കിൽ ബാക്ടീരിയയോ വൈറസോ ഒക്കെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫിഗറേറ്റീവ് മീനിങ് അതാണല്ലോ, അത് സോഫ്റ്റാവും, സോഫ്റ്റനിങ്, ബ്രെയിൻ്റെ സോഫ്റ്റനിങ് സംഭവിക്കാം. അത് തന്നെയാണ് എൻ്റെ ഇവിടെ പറയുന്നത് മെർക്കുറിയസ് കാര്യത്തിൽ ഉണ്ടോ. ഇംബെസിലിറ്റി ആൻഡ് സോഫ്റ്റനിങ് ഓഫ് ദ ബ്രെയിൻ ആർ സ്ട്രോങ് ഫീച്ചേഴ്സ് ഓഫ് മെർക്കുറിയസ് ഉണ്ടോ. അപ്പോൾ മഹത്തായ സാഹിത്യ സൃഷ്ടികളിലും കലകളിലുമൊക്കെ ഹോമിയോപ്പതിക്ക് പ്രയോഗമുണ്ട്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ലെവലിൽ. അപ്പോൾ അതൊരു നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്, കഥാപാത്രങ്ങളെ ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് നല്ലൊരു ഇൻ്റലക്ച്വൽ എക്സസൈസാണ്. നിങ്ങൾ ഈ ഹോമിയോപ്പതി ആർട്ട് എന്നുള്ളൊരു ഫേസ്ബുക്കിൽ ആ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ പ്രവേശിച്ചിട്ട് അതിൽ നടക്കുന്ന ചർച്ചകൾ ചെന്ന് കഴിഞ്ഞാൽ ചില ഔഷധങ്ങളുടെ വളരെ ഇന്നേറ്റായിട്ടുള്ള നേച്ചറിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. എനിക്കതിനൊരു തിയറട്ടിക്കൽ ലെവലിൽ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ചില ഹോമിയോപാസും നോർത്ത് ഇന്ത്യയിലെ ചില ഹോമിയോപാസ് അതിൽ ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഔഷധത്തിൻ്റെ ഫൈനൽ ആസ്പെക്ട്സ് മനസ്സിലാക്കാനും അവരുടെ പ്രാക്ടീസിൽ അതിനെ പ്രയോഗിക്കാനും അതുവഴി അവർക്ക് സാധിക്കും. നിങ്ങളുമൊക്കെ സമയം കിട്ടുമ്പോൾ, ഇപ്പോൾ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും സമയം കിട്ടുമ്പോൾ അതിനൊക്കെ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ആ നാടകത്തിൻ്റെ അവസാനം ഓസ്വാൾഡ് മരിക്കുകയാണ്, അമ്മയുടെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്. അയാളുടെ പ്രണയത്തകർച്ച, ജീവിതത്തിൻ്റെ തകർച്ച, ചെറിയൊരു നാടകമാണ്. പക്ഷെ ലോക നാടക സാഹിത്യത്തെ മാത്രമല്ല, യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ, ഇന്നിപ്പോൾ കാണുന്ന യൂറോപ്യൻ ലിബറൽ സംസ്കാരത്തിൻ്റെ ഉയർന്നു വരവിന് കാരണമായ സാഹിത്യകൃതികളിൽ ഒന്നാണ് ഈ ഇബ്സൻ്റെ ഗോസ്റ്റും. കൂടുതൽ പ്രധാനം അദ്ദേഹത്തിൻ്റെ തന്നെ പാവവീട് എന്ന് മലയാളത്തിൽ പറയുന്ന എ ഡോൾസ് ഹൗസ്, പാവവീട് എന്ന് പറയുന്ന നാടകമുണ്ട്. ഈ ഡോൾസ് ഹൗസും മാസ്റ്റർ ബിൽഡർ എന്ന് പറഞ്ഞ നാടകം, ഈ ഗോസ്റ്റ്, ഇതൊക്കെയാണ് യൂറോപ്യൻ്റെ ആ മീഡിയാവിൽ മധ്യകാല സംസ്കാരത്തെ പൊളിച്ചെഴുതി ഇന്നിപ്പോൾ മലയാളി കുട്ടികളൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ കൊതിക്കുന്ന യൂറോപ്പിനെ സൃഷ്ടിച്ചത്. അത്തരം സാഹിത്യകൃതികൾക്ക് കൂടി വലിയ പങ്കുണ്ട്. ഹി ബിക്കംസ് ഫൂളിഷ് ഉണ്ടോ. ആ മെർക്കുറിയസ് പേഷ്യൻ്റ് ഫൂളിഷായി തീരുന്നു. ഇവിടെ ഓസ്വാൾഡ് അങ്ങനെയാണ്. ഓസ്വാൾഡ് വളരെ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു, ഫ്രാൻസിൽ അറിയപ്പെടുന്നൊരു കലാകാരൻ. അത് സംഭാഷണങ്ങൾ നമുക്ക് മനസ്സിലാവും. വളരെ റാഡിക്കൽ ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ അതിൻ്റെ അവസാനം അദ്ദേഹം ഒരു വളരെ ഫൂളിഷായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. കൃത്യമായിട്ട് ഇത് പറയുന്ന മാതിരി. ഇനി ഡെലിറിയം ഇൻ അക്യൂട്ട് കംപ്ലൈൻറ്റ്സ്, അക്യൂട്ടായിട്ടുള്ള അവസ്ഥകളിൽ ഡെലിറിയവും മെർക്കുറിയസിൽ വരുന്നുണ്ട്. ഫ്രം ഹിസ് ഫീലിങ്സ് ഹി തിങ്സ് ഹി മസ്റ്റ് ബി ലോസിങ് ഹിസ്
റീസൺ കണ്ടോ. അയാളുടെ ചിന്തകളിൽ, ഈ ഒരു മെർക്കുറി പേഷ്യൻ്റെ ചിന്തകളിൽ അയാൾ ചിന്തിക്കുന്നത് എന്താ? ഹി മസ്റ്റ് ബി ലോസിങ് ഹിസ് റീസൺ. അയാളുടെ റീസണിങ്, യുക്തി വിചാരം, കാര്യങ്ങളെ യുക്തിഭദ്രമായിട്ട് സമീപിക്കുന്നൊരു വിചാരം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ ഈ നായകൻ ഞാൻ പറഞ്ഞ ഓസ്വാൾഡിന് സംഭവിക്കുന്നുണ്ട്. ഓസ്വാൾഡ് അവിടെ വീട്ടുവേലക്കാരിയായിരുന്നൊരു പെൺകുട്ടിയിൽ അനുരക്തനാകുകയാണ്. നാടകത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ വീട്ടുവേലക്കാരിയായി നിൽക്കുന്ന പെൺകുട്ടി വാസ്തവത്തിൽ അയാളുടെ അച്ഛൻ്റെ, ഈ സൈന്യത്തിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അച്ഛൻ്റെ ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡാണെന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്ററാണെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അവൾ വിവാഹം കഴിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഫോളിഷായി, അയാൾക്ക് റീസൺ നഷ്ടപ്പെട്ടു കേട്ടോ. കൃത്യമായിട്ട് വളരെ, എനിക്കത് വായിച്ചപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതി എന്നുള്ള വിഷയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്തായ പ്രയോഗ സാധ്യതയെക്കുറിച്ച്, മെർക്കുറിസ് പോലുള്ള ഔഷധങ്ങളുടെ മഹത്തായ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളോട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഞാൻ അനുഭവിച്ചു. ഡിസയർ ടു കിൽ പേഴ്സൺസ് കോൺട്രാക്ട് ഇൻ ഹെർ. തന്നെ കോൺട്രാക്ട് ചെയ്ത്, തൻ്റെ വാദങ്ങളെ, തൻ്റെ ചിന്തകളെ എതിർക്കുന്ന, കോൺട്രാക്ട് ചെയ്യുന്നവരെ കൊല്ലാനുള്ളൊരു ഇമ്പൾസ് ഉണ്ടോ, ഇമ്പൾസീവ്നെസ് ഉണ്ട്. ഇമ്പൾസസ് ടു കിൽ ഓർ കമ്മിറ്റ് സൂയിസൈഡ്, കൊല്ലാൻ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ ഉള്ളൊരു ഇമ്പൾസ്. ആ ഇമ്പൾസ് ചെയ്തു പോകും ചിലപ്പോൾ. സഡൻ ആങ്കർ വിത്ത് ഇമ്പൾസ് ടു ഡു വയലൻസ്, വല്ലാത്ത ദേഷ്യം, അക്രമം ചെയ്യാനുള്ളൊരു ഇമ്പൾസീവ്. പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത് ഈ ഇമ്പൾസീവ്നെസ്സിലാണ്. ഒരു ഇമ്പൾസീവ്നെസ്സിലാണ് കുറ്റം നടക്കുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും ചില ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചില ജഡ്ജിമാർ, ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട്. അവരോട് ചില കേസുകളുടെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പല കുറ്റകൃത്യങ്ങളും, പല മർഡേഴ്സും സംഭവിക്കുന്നത് ഈ ഇമ്പൾസീവ്നെസ് കൊണ്ടാണ്. അവർ കോടതിയിലൊരു കരയും അതിനെക്കുറിച്ച് പറയുന്നു. ചില സീസൺസ് ക്രിമിനൽസ് അവർക്ക് റിപ്പൻറ്റൻസ് ഉണ്ടാവില്ല, പക്ഷേ ഭൂരിപക്ഷം പേരും ഈ വിസ്താരത്തിന് പേരിൽ കരയും. അവർ പറയാറുണ്ട് ഇമ്പൾസ് കൊണ്ട് ചെയ്തു പോയതാണ്. അപ്പോൾ നോക്കൂ, സമൂഹത്തിൻ്റെ സമാധാനപൂർണമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിലും ഹോമിയോപ്പതിയുടെ പങ്ക്. ഇമ്പൾസീവ്നെസ് ഉള്ളവരെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും കേട്ടോ. മെർക്കുറീസ് അതിലൊരു ഔഷധമാണ് കേട്ടോ. ഇമ്പൾസ് ടു കിൽ ഓർ കമ്മിറ്റ് സൂയിസൈഡ്, സഡൻ ആങ്കർ വിത്ത് ഇമ്പൾസ് ടു വയലൻസ് ഉണ്ടോ. കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു അക്രമം ചെയ്യാനുള്ള ഒരു ഇമ്പൾസോടുകൂടിയുള്ളൊരു ആങ്കർ, ദേഷ്യം. ഷീ ഹാസ് ദ ഇമ്പൾസ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഓർ വയലന്റ് തിങ്സ് ആൻഡ് ഷീ ഈസ് ഫിയർഫുൾ ദാറ്റ് ഷീ വിൽ ലോസ് ഹെയർ റീസൺ ആൻഡ് ക്യാരി ദ ഇമ്പൾസസ് ഔട്ട്. തൻ്റെ യുക്തി നഷ്ടപ്പെട്ടു പോകും. ഒരു കൊലപാതകം ചെയ്യുന്നത്, ഒരു അക്രമം ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധം, ആ യുക്തി നഷ്ടപ്പെട്ടിട്ട് അക്രമം ചെയ്തു പോകുമെന്ന് ഭയക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരവസ്ഥ. ഒരു ഇൻഹെറിറ്റഡ് സിവിലിസാണത്. ബ്രെയിനത് ബാധിച്ചു പോയി. ബ്രെയിനാണല്ലോ ചിന്തകളെ നയിക്കുന്നത് കണ്ടോ. സോഫ്റ്റനിങ് ഓഫ് ദ ബ്രെയിൻ, വോമീറ്റൻ. സാഹിത്യകാരന്മാരതിന് വോമീറ്റൻ ബ്രെയിൻ എന്ന് പറയും. വ്യക്തമായിട്ട് കഴിഞ്ഞു പറയും ഇമ്പൾസീവ് ഇൻസാനിറ്റിയാണ്. ദെൻ ഈസ് എ ഫീച്ചർ, ഇതിൻ്റെ ഫീച്ചറാണ്. ബട്ട് ഇംബെസിലിറ്റി ഈസ് മോർ കോമൺ ദാൻ ഇൻസാനിറ്റി. ഇൻസാനിറ്റി ഉണ്ട്, ഇംബെസിലിറ്റി ഉണ്ട്. ഇംബെസിലായിട്ടിരിക്കുന്ന ആൾ ഇൻസാനിറ്റി പ്രകടിപ്പിക്കില്ല, വന്നിച്ചിരിക്കും. അപ്പോൾ അക്യൂട്ട് കണ്ടീഷൻ ഡെലിറിയം ഉണ്ടെന്ന് പറഞ്ഞു, ഇംബെസിലിറ്റി ഉണ്ട്, ഇൻസാനിറ്റി ഉണ്ട്, ഇമ്പൾസീവ് ഇൻസാനിറ്റി ഉണ്ട്. പക്ഷേ ഇതാണ് ഇംബെസിലിറ്റിയാണ് ഒരു മോർ കോമൺ ഫീച്ചർ മെർക്കുറീസിന്. ദീസ് ഇമ്പൾസസ് ആർ ലീഡിങ് ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഇമ്പൾസസ് മെർക്കുറീസിൻ്റെ ലീഡിങ് ഫീച്ചേഴ്സാണ്. ഇമ്പൾസീവായിട്ടുള്ള ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും പേഷ്യൻസ് പറയില്ല. പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സൊക്കെ പറയും. അപ്പോൾ നിങ്ങളൊരു ക്രോണിക് കേസ് എടുക്കുമ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി അവരുടെ റിലേറ്റീവ്സിനെയോ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് സംസാരിക്കണം. ഓർഗനിലതൊക്കെ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ടോട്ടൽ കേസ് എടുക്കണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. അങ്ങനെ പറയുമ്പോൾ അടുത്ത സുഹൃത്തുക്കൾ വളരെ അവരുടെ കോൺഫിഡൻസ് നിങ്ങൾ കൊടുക്കണം. നിങ്ങളോട് പറയുന്നത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കും. നിങ്ങൾ കോൺഫിഡൻസ് കൊടുത്ത് പറയും. ദ പേഷ്യൻ്റ് വിൽ നോട്ട് ടെൽ യു അബൌട്ട് ഹിസ് ഇമ്പൾസസ് ബട്ട് ദേ റിലേറ്റ് ടു ഡീപ് ഈവിൾസ് ഓഫ് ദ വിൽ
ദ ഫെയർലി ഡ്രൈവ് ഹിം ടു ഡു സംതിങ്. അപ്പോൾ ഇമ്പൾസിനെ കുറിച്ച് ഇയാൾ പറയില്ല, പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ പറയാമെന്നൊക്കെ എൻ്റെ പറയുന്നുണ്ട്. ഡീപ്പ് ഈവിൾസ് ഇൻ ദ വില്ലിൽ, അവരുടെ ഇച്ഛയിൽ ചില ഡീപ്പ് ഈവിൾസ് പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ അങ്ങനെ പറയും, പിശാച്, ഭൂതപ്രേതങ്ങൾ എന്നൊക്കെ ചിലർ പറയും. ഡീപ്പ് ഈവിൾസ് എൻ്റെ ഈ വില്ലിൽ. അപ്പോൾ ഒരു തെറ്റായൊരു കാര്യം ചെയ്യാതിരിക്കണം എന്നുള്ളത് അയാളുടെ വില്ലാണ്. ആ വില്ലിൻ്റെ മണ്ഡലത്തിൽ, ഇച്ഛയുടെ മണ്ഡലത്തിൽ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ഇച്ഛയുടെ മണ്ഡലത്തിൽ ആ വില്ലിൽ ഈവിൾ സ്പിരിറ്റ്സ് ബാധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നത്. നമ്മുടെ നാട്ടുകാർ അങ്ങനെ പോലും പറയില്ല, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ വില്ലിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു അൺകൺട്രോളബിൾ ഫീലിങ്സ്, ഇമ്പൾസസ് ആണ് മെർക്കുറീസിൻ്റെ സ്ട്രോങ് ഫീച്ചർ എന്ന് കേട്ടിട്ടുള്ളത്. മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഫെയർലി ഡ്രൈവ് ഹിം ടു ഡു സംതിങ്. Given a Mercurius patient and he has impulses that he tries to control no matter what, Mercurius will do something for him. എന്ത് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ മെർക്കുറിയസിന് ഇമ്പൾസസ് ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമ്പൾസസ് ഉണ്ട്. ഇമ്പൾസിന് സാധാരണ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സ്ട്രോങ് ഇമ്പൾസിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നോക്കൂ, ആൻഡ് ഹി ഹാസ് ഇമ്പൾസസ് ദാറ്റ് ഹി ട്രൈസ് ടു കൺട്രോൾ നോ മാറ്റർ വാട്ട്. എന്തായിരുന്നാലും ശരി, മെർക്കുറിയസ് വിൽ ഡു സംതിങ് ഫോർ ഹിം. അപ്പം എത്ര അൺകൺട്രോളബിൾ ഇമ്പൾസ് ആയാലും മെർക്കുറിയസ് ആ പേഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഡു സംതിങ് ഫോർ ഹിം. വിൽ ക്യൂർ എന്നതൊക്കെ എൻ്റെ ഖണ്ഡിതമായിട്ടോട് പറയുന്നില്ല, എന്തെങ്കിലും ചെയ്യും. ഒരു കൺട്രോൾ വരുത്താൻ സാധിക്കും. കണ്ടോ? അപ്പോൾ നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. മറ്റ് മെഡിക്കലുകളിലുമൊക്കെ മെർക്കുറിയസിൻ്റെ ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് എന്ത് പറയുന്നു നിങ്ങൾ നോക്കണം. ഡ്യൂറിങ് മെൻസസ് ഗ്രേറ്റ് ആങ്സൈറ്റി, ഗ്രേറ്റ് സാഡ്നെസ്. പല അവസരങ്ങളുള്ളതാണ്. മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് വല്ലാത്ത ആങ്സൈറ്റി, സാഡ്നെസ്. ആങ്ഷ്യസ് ആൻഡ് റെസ്റ്റ്ലെസ് ആസ് ഇഫ് സം ഈവിൾ ഇംപെൻഡഡ്, വേഴ്സ് അറ്റ് നൈറ്റ് വിത്ത് സ്വെറ്റ്. ഉണ്ടോ? ആങ്ഷ്യസ് ആൻഡ് റെസ്റ്റ്ലെസ്. എന്തുകൊണ്ടാണ്? സം ഈവിൾ ഇംപെൻഡഡ്, എന്തോ മോശം സംഭവിക്കാൻ പോകുന്നു. ഇംപെൻഡഡ്, അവിടെ ഇങ്ങനെ ലിങ്കറിങ് ചിന്ത, എന്തോ ഒരു ഈവിൾ, മോശം കാര്യം സംഭവിക്കാം. തൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു മോശം കാര്യം തന്നെ കാത്തു നിൽക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ആങ്ഷ്യസ് ആണ്, റെസ്റ്റ്ലെസ് ആണ്. ഇതെപ്പോഴാണ്? രാത്രി വർദ്ധിക്കുന്നു. അതിനോടൊപ്പം വല്ലാത്ത വിയർപ്പും ഉണ്ടാകും. ഇതൊക്കെ മെർക്കുറിയസിൻ്റെ ജനറൽ കണ്ടീഷൻസ് ആണ്. അത് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ മെർക്കുറിയസ് ക്യൂർ ചെയ്യും. ഓൾ ദീസ് സിംറ്റംസ് ആർ കോമൺ ഇൻ ഓൾഡ് സിഫിലിറ്റിക്സ്. ഉണ്ടോ? പഴയ സിഫിലിറ്റിക്സിൽ ബ്രോക്കൺ ഡൗൺ ആഫ്റ്റർ മെർക്കുറിയൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് സൾഫർ ബാസ് അറ്റ് സ്പ്രിങ്സ്. പഴയ ചികിത്സകളാണ് മെർക്കുറിയൽ ട്രീറ്റ്മെൻറ്റ്, സൾഫർ ബാത്ത്സ്. ഇതൊക്കെ പഴയ രീതികളാണ്. പഴയ സിഫിലിറ്റിക്സിൽ ഈ മെർക്കുറിയസ് ട്രീറ്റ്മെൻറ്റും സൾഫർ ബാത്തും കൊണ്ട് സപ്രസ് ചെയ്ത അവസ്ഥകളിൽ വിത്ത് ദെയർ ബോൺ പെയിൻസ്, അതും മെർക്കുറിയസിൻ്റെ ജനറൽ കണ്ടീഷനാണ്. ഗ്ലാൻഡർ ട്രബിൾസ് മറ്റൊരു ജനറൽ കണ്ടീഷൻ. സ്വെറ്റിങ്, കാറ്റാർസ് ആൻഡ് അൾസറേഷൻസ് എവരിവെയർ. മെർക്കുറിയസിൻ്റെ ജനറൽ കണ്ടീഷൻസോടുകൂടി ഇത്തരം മെൻ്റൽ സിംറ്റംസ് വന്നാൽ മെർക്കുറിയസ് ഹീൽ ചെയ്യും. ഇമ്പൾസീവ് നേച്ചർ, അക്യൂട്ട് കണ്ടീഷൻസിലുള്ള എന്താ പറയുന്നത്, ഡെലിറിയം, ഇംബെസിലിറ്റി, ഇനാക്ടിവിറ്റി, ഇതൊക്കെ മെർക്കുറിയസിൽ. ഇതിനെല്ലാം ബേസിക് കാരണം എന്താണ്? സപ്രസ്ഡ് സിഫിലിസ് അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് സിഫിലിസ്. ഈ ഒരു ഭാഗത്ത് മെർക്കുറിയസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മെർക്കുറിയസിൻ്റെ കൂടുതൽ സിംറ്റംസിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.